ലൂക്കായുടെ സുവിശേഷത്തിൽ എത്രാമത്തെ ശീർഷകത്തിൽ ആണ് പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നത്? A 7, B 8, C 12. ഉത്തരം 7. യേശുവും ശിഷ്യന്മാരും മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ആരാണ് അവൻ്റെ അടുത്ത് വന്നത്? A ഒരു വലിയ ജനക്കൂട്ടം, B ജനാവലി, C ജനങ്ങൾ. ഉത്തരം ഒരു വലിയ ജനക്കൂട്ടം. ജനക്കൂട്ടത്തിൽ നിന്നും ഒരുവൻ ആരെ കടാക്ഷിക്കണം എന്നാണ് അപേക്ഷിച്ചത്? A തൻ്റെ മകളെ, B തൻ്റെ മകനെ, C ഇവനെ. ഉത്തരം തൻ്റെ മകനെ. തൻ്റെ മകനെ എന്തു പിടികൂടുന്നു എന്നാണ് അവൻ്റെ പിതാവ് യേശുവിനോട് പറഞ്ഞത്? A രോഗം, B പിശാച്, C അശുദ്ധാത്മാവ്. ഉത്തരം അശുദ്ധാത്മാവ്. അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു. നുരയും പതയും പുറപ്പെടുന്നതുവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അത് അവനെ വിട്ടുമാറുന്നില്ല. ആരെ? A പിശാച് ബാധിച്ച ബാലനെ, B അശുദ്ധാത്മാവിനെ, C പിശാച് ബാധിച്ച ബാലൻ്റെ പിതാവിനെ. ഉത്തരം പിശാച് ബാധിച്ച ബാലനെ. അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ ആരോടാണ് പിശാച് ബാധിച്ച ബാലൻ്റെ പിതാവ് അപേക്ഷിച്ചത്? A സ്നേഹിതനോട്, B ജനക്കൂട്ടത്തോട്, C യേശുവിൻ്റെ ശിഷ്യന്മാരോട്. ഉത്തരം യേശുവിൻ്റെ ശിഷ്യന്മാരോട്. വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ എന്ന് യേശു ആരെയാണ് വിളിച്ചത്? A ജനക്കൂട്ടത്തെ, B ശിഷ്യന്മാരെ, C ജെറുസലേമിനെ. ഉത്തരം ശിഷ്യന്മാരെ. അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ സാധിക്കാതിരുന്നത് ആർക്കാണ്? A ജനക്കൂട്ടത്തിന്, B ശിഷ്യന്മാർക്ക്, C പുരോഹിതന്മാർക്ക്. ഉത്തരം ശിഷ്യന്മാർക്ക്. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പിശാച് അവനെ എന്തു ചെയ്തു? A നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചു, B ശാസിച്ചു, C ഞെരുക്കി പീഡിപ്പിച്ചു. ഉത്തരം നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ എന്തു ചെയ്തു? A പീഡിപ്പിച്ചു, B ശാസിച്ചു, C പുറത്താക്കി. ഉത്തരം ശാസിച്ചു. ലൂക്ക 9:43 എന്തിനെക്കുറിച്ചാണ് എല്ലാവരും അത്ഭുതപ്പെട്ടത്? A ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച്, B യേശുവിൻ്റെ കഴിവിനെക്കുറിച്ച്, C യേശുവിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്. ഉത്തരം ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച്. യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞ വചനം ഏതാണ്? A ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. B ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ, മനുഷ്യപുത്രൻ മനുഷ്യരാൽ വധിക്കപ്പെടാൻ പോകുന്നു. C ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ, മനുഷ്യപുത്രൻ മനുഷ്യരാൽ ക്രൂശിക്കപ്പെടാൻ പോകുന്നു. ഉത്തരം ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. മനുഷ്യപുത്രൻ ആരുടെ കൈകളിലാണ് ഏൽപ്പിക്കപ്പെടാൻ പോകുന്നത്? A നിയമജ്ഞരുടെ കൈകളിൽ, B ജനപ്രമാണികളുടെ കൈകളിൽ, C മനുഷ്യരുടെ കൈകളിൽ. ഉത്തരം മനുഷ്യരുടെ കൈകളിൽ. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആർക്ക്? A ശിഷ്യന്മാർക്ക്, B ജനങ്ങൾക്ക്, C ഫരിസേയർക്ക്. ഉത്തരം ശിഷ്യന്മാർക്ക്. ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം നിഗൂഢമായിരുന്നത് എന്താണ്? A യേശുവിൻ്റെ വചനങ്ങൾ, B രഹസ്യങ്ങൾ, C യേശുവിൻ്റെ പ്രവർത്തികൾ. ഉത്തരം യേശുവിൻ്റെ വചനങ്ങൾ. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കാൻ ഭയപ്പെട്ടത് എന്തിനെക്കുറിച്ചാണ്? A യേശുവിൻ്റെ പ്രവർത്തികളെക്കുറിച്ച്, B സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച്, C മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വചനത്തെക്കുറിച്ച്. ഉത്തരം
മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന വചനത്തെക്കുറിച്ച്. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യത്തിലാണ്? A 45, B 46, C 47. ഉത്തരം 46. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ആരാണ് വലിയവൻ എന്ന ശീർഷകം എത്രാമത്തേതാണ്? A 8, B 7, C 9. ഉത്തരം 9. തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തർക്കിച്ചത് ആരാണ്? A ജനക്കൂട്ടം, B ശിഷ്യന്മാർ, C ഫരിസേയർ. ഉത്തരം ശിഷ്യന്മാർ. ശിഷ്യന്മാരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു ആരെയാണ് അടുത്ത് നിർത്തിയത്? A ശിഷ്യന്മാരെ, B ഒരു ശിശുവിനെ, C ജനക്കൂട്ടത്തെ. ഉത്തരം ഒരു ശിശുവിനെ. ഒരു ശിശുവിനെ അടുത്ത് നിർത്തിയിട്ട് എന്താണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? A ഈ ശിശുവിനെ വെറുക്കുന്നവനെ ഞാനും വെറുക്കുന്നു. B എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. C ശിശുക്കളെ പോലെ ആകുവിൻ. ഉത്തരം എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. ഏറ്റവും ചെറിയവൻ ആരെന്നാണ് യേശു പറയുന്നത്? A ഏറ്റവും എളിയവൻ, B ഏറ്റവും വലിയവൻ, C ഏറ്റവും അനുഗ്രഹം ഉള്ളവൻ. ഉത്തരം ഏറ്റവും വലിയവൻ. ആരോടാണ് യേശു നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞത്? A ജനങ്ങളോട്, B ശിഷ്യന്മാരോട്, C ശിശുക്കളോട്. ഉത്തരം ശിഷ്യന്മാരോട്. ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞത് ആരാണ്? A ശിഷ്യന്മാർ, B ജനക്കൂട്ടം, C യോഹന്നാൻ. ഉത്തരം യോഹന്നാൻ. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യമാണ്? A 48, B 49, C 50. ഉത്തരം 49. അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് എന്ന് പറഞ്ഞത് ആരാണ്? A ജനക്കൂട്ടം, B ശിഷ്യന്മാർ, C യേശു. ഉത്തരം യേശു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എത്രാമത്തെ ശീർഷകമാണ് നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണെന്ന് പറയുന്നത്? A 10, B 9, C 8. ഉത്തരം 10. എപ്പോഴാണ് യേശു ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചത്? A തൻ്റെ ദിനങ്ങൾ പൂർത്തിയായതുകൊണ്ട്, B തൻ്റെ ആരോഹണത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ, C തൻ്റെ കുരിശുമരണം അടുത്തതുകൊണ്ട്. ഉത്തരം തൻ്റെ ആരോഹണത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ എവിടേക്ക് പോകാനാണ് ഉറച്ചത്? A ജെറുസലേമിലേക്ക്, B കഫർനാമിലേക്ക്, C സമരിയായിലേക്ക്. ഉത്തരം ജെറുസലേമിലേക്ക്. ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ച യേശു തനിക്ക് മുൻപേ അയച്ചത് ആരെയാണ്? A ജനക്കൂട്ടത്തെ, B ദൂതന്മാരെ, C ശിഷ്യന്മാരെ. ഉത്തരം ദൂതന്മാരെ. യേശുവിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ദൂതന്മാർ പ്രവേശിച്ചത് എവിടെ? A ജെറുസലേമിലെ ഒരു ഗ്രാമം, B കഫർനാമിലെ ഒരു ഗ്രാമം, C സമരിയാക്കാരുടെ ഒരു ഗ്രാമം. ഉത്തരം സമരിയാക്കാരുടെ ഒരു ഗ്രാമം. എന്തുകൊണ്ടാണ് സമരിയാക്കാർ ഈശോയെ സ്വീകരിക്കാതിരുന്നത്? A യേശു ജെറുസലേമിലേക്ക് പോകുകയായിരുന്നത് കൊണ്ട്, B യേശു കഫർനാമിലേക്ക് പോകുന്നത് കൊണ്ട്, C യേശു സമരിയായിലേക്ക് പോകുന്നത് കൊണ്ട്. ഉത്തരം യേശു ജെറുസലേമിലേക്ക് പോകുകയായിരുന്നത് കൊണ്ട്. കർത്താവെ, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെയോ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഇത് പറഞ്ഞത് ആരാണ്? A ശിഷ്യന്മാർ, B യാക്കോബും യോഹന്നാനും, C യാക്കോബും പത്രോസും. ഉത്തരം യാക്കോബും യോഹന്നാനും. എന്തുകൊണ്ടാണ് യാക്കോബും യോഹന്നാനും സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെയോ എന്ന് പറഞ്ഞത്?
എ യേശുവിനെ അനുഗമിക്കാത്തതുകൊണ്ട്, ബി യേശുവിനെ സ്വീകരിക്കാത്തതുകൊണ്ട്, സി യേശുവിനെ അറിയാത്തതുകൊണ്ട്. ഉത്തരം യേശുവിനെ സ്വീകരിക്കാത്തതുകൊണ്ട്. യാക്കോബും യോഹന്നാനും സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെയോ എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? എ യേശു അവരെ അനുവദിച്ചു, ബി യേശു തിരിഞ്ഞ് അവരെ വിമർശിച്ചു, സി യേശു തിരിഞ്ഞ് അവരെ ശാസിച്ചു. ഉത്തരം യേശു തിരിഞ്ഞ് അവരെ ശാസിച്ചു. യാക്കോബിനെയും യോഹന്നാനെയും ശാസിച്ചിട്ട് യേശുവും ശിഷ്യന്മാരും എങ്ങോട്ടാണ് പോയത്? എ മറ്റൊരു ഗ്രാമത്തിൽ, ബി മറ്റൊരു പട്ടണത്തിൽ, സി മറ്റൊരു നഗരത്തിൽ. ഉത്തരം മറ്റൊരു ഗ്രാമത്തിൽ. ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ ഒരുവൻ യേശുവിനോട് പറഞ്ഞത് എന്താണ്? എ നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും, ബി നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിന്തുടരും, സി നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ വരും. ഉത്തരം നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യമാണ് ഇത്? എ ലൂക്ക 9:51, ബി ലൂക്ക 9:57, സി ലൂക്ക 9:58. ഉത്തരം ലൂക്ക 9:58. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ്റെ മറുപടി എന്തായിരുന്നു? എ കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും, ബി കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ മാതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും, സി കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കാൻ അനുവദിച്ചാലും. ഉത്തരം കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യമാണ് ഇത്? എ ലൂക്ക 9:59, ബി ലൂക്ക 9:62, സി ലൂക്ക 9:60. ഉത്തരം ലൂക്ക 9:60. കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി ഡാഷ് അനുവദിക്കണം. എ എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ, ബി എൻ്റെ വീട്ടുകാരോട് യാത്ര ചോദിക്കാൻ, സി എൻ്റെ വീട്ടുകാരോട് അനുവാദം ചോദിക്കാൻ. ഉത്തരം എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും എന്തിന് യോഗ്യനല്ല എന്നാണ് യേശു പറയുന്നത്? എ ദൈവരാജ്യത്തിന്, ബി സ്വർഗരാജ്യത്തിന്, സി ശിഷ്യനാകാൻ. ഉത്തരം സ്വർഗരാജ്യത്തിന്. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഇത് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എത്രാമത്തെ ശീർഷകത്തിൽ ആണ് പറയുന്നത്? എ 12, ബി 10, സി 11. ഉത്തരം 12.